Yeah, this country is safe, very safe. അൽഹംദുലില്ലാ ഇവിടെ നമ്മളെല്ലാവരും സേഫാണ്. നാട്ടിലുള്ള മീഡിയാസിലൊക്കെ കാണുന്നുണ്ട്, അതുപോലെ പേടിക്കേണ്ട ഒരവസ്ഥയും ഇവിടെ ഇല്ല. We are all happy, we are all safe. ഇവിടെ ഒന്നും പാനിക്കാവുണ്ട്, പ്രത്യേകിച്ച് പേടിക്കേണ്ട യാതൊരു സാഹചര്യവും ആസ് ഓഫ് നൗ നിലവിലില്ല. അല്ലാതെ ഒരു പാനിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ഇല്ല. ശരിക്കും പറഞ്ഞു അത്ര വലിയ ഭീകര ഒരു സംഭവം ഒന്നും ഇവിടെ ഇല്ല. നമ്മളെല്ലാവരും നല്ല ഹാപ്പിയാണ്. കുറേ മണിക്കൂറുകളായിട്ട് ഗൾഫ് മേഖലയിൽ നിന്നും പ്രത്യേകിച്ചും UAE-യുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ നമ്മൾ നാട്ടിലുള്ള ആളുകളൊക്കെ കേൾക്കുന്ന വാർത്തകളെന്ന് പറയുന്നത് സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഗൾഫ് മേഖലയിൽ നിന്ന് വരുന്നത്. എന്നാൽ ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എത്രമാത്രം ഹാപ്പിയാണ് ഇവിടുത്തെ ആളുകൾ, എത്രമാത്രം സേഫാണ്, എത്രമാത്രം ആത്മവിശ്വാസമുണ്ട് ഇവിടുത്തെ ആളുകൾക്ക് എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. നമ്മളുള്ളത് ദുബായിലാണ്, UAE-യിലാണ്. ഒരു തരത്തിലുള്ള പാനിക്കിന് ഒരു അവസരവും നൽകാത്ത ഒരു ഭരണകൂടമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ സോഷ്യൽ മീഡിയ മെക്ലോമാനിയാക്സ് ഒരുപാട് കാര്യങ്ങൾ പടച്ചു കൊടുക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിലുള്ള മീഡിയാസിലൊക്കെ കാണുന്നുണ്ട്. അതുപോലെ പേടിക്കേണ്ട ഒരവസ്ഥയും ഇവിടെ ഇല്ല. ഉദാഹരണത്തിന് ഇന്നലെ തന്നെ നമ്മൾ പല വാർത്തയിലും കണ്ടിരുന്നു, ബുർജ് ഖലീഫ ഒഴിപ്പിച്ചു, അവിടെയുള്ള പരിസരത്തുള്ള ബിൽഡിങ്ങുകളൊക്കെ ഒഴിപ്പിച്ചു എന്നുള്ളൊരു വാർത്തയാണ്. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. ഒരു ബിൽഡിംഗ് ഇതുപോലെ ഒഴിപ്പിച്ചിട്ടില്ല, അതിനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. അതൊക്കെ കണ്ടിട്ട് ആൾക്കാർ പരിഭ്രാന്തി ആവുകയാണ്. നമ്മളിവിടെ സ്വസ്ഥമായിട്ടുള്ള സുഹൃത്തുക്കളോടൊപ്പം ഇരുന്ന് നോമ്പ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ രീതിയിലുള്ള ജനജീവിതമാണ് പോകുന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വാർത്തയിൽ കാണുന്ന പോലെ, സ്ഥിരീകരിച്ച വാർത്തയിൽ കാണുന്ന പോലെ ഇപ്പോൾ മിസൈൽസ് ഒക്കെ വരുന്നത് അത് ഇവിടുത്തെ ബേസുകളും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉന്നം വെച്ചുകൊണ്ട് അവർ ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല. അപ്പോൾ അത് ഇന്റർസെപ്റ്റ് ചെയ്തു വരുന്ന ഡബ്രികൾ വീണിട്ട് ചില ഭാഗത്ത് ചില സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സമയത്ത് തന്നെ അതിനുവേണ്ട പരിപാലനങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് സെക്യൂരിറ്റി, സേഫ്റ്റി സാധാരണ ജനങ്ങളുടെ എല്ലാം 100% ഉറപ്പുവരുത്തുന്നുണ്ട്. ഇത് UAE ആണ്, ഒരിക്കലും ഭയപ്പെടേണ്ട. ഇവിടെ നമ്മളെ സംരക്ഷിക്കാൻ ഒരു വ്യക്തമായ വിഷണറി ആയിട്ടുള്ള ഒരു ഭരണകൂടവും അതിൻ്റെ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. ഞാൻ പുറത്തിറങ്ങി നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നിപ്പോൾ ജബലലി വരെ ഡ്രൈവ് ചെയ്ത് പോയി വന്നിരുന്നു. അതുപോലെ വീട്ടിൽ നിന്ന് ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. ഞാനപ്പോൾ അവരെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുത്തു. ഇവിടെ പ്രത്യേകിച്ച് അത്ര പാനിക് ആവാനുള്ള ഒരു സിറ്റുവേഷനും ഇല്ല. there is some issues, പക്ഷേ അത് പാനിക് ആവേണ്ട യാതൊരു ഇഷ്യൂസും ഇല്ല. കാരണം നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഗൈഡൻസ് കിട്ടുന്നുണ്ട് അതോറിറ്റിയുടെ. പിന്നെ നമ്മളിത് ഇപ്പോൾ ഇത്രയും പബ്ലിക്കായിട്ടിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇത്രയും സേഫ് എന്ന് പറയാൻ പിന്നെ എവിടെയാണ് പറ്റുക? വളരെ സേഫാണ്. ഒരാളും ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. വി ആർ ഓൾ ഹാപ്പി, വി ആർ ഓൾ സേഫ്. ഒരുപാട് റൂമറുകളൊക്കെ വരുന്നുണ്ട്, പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഗവൺമെൻറ് ഇവിടെ കറക്റ്റായ അപ്ഡേറ്റ്സ് റെഗുലർലി തരുന്നുണ്ട്. നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടത് അവരെ ഫോളോ ചെയ്യാൻ മാത്രമാണ്. വർക്കിങ്ങിന് സ്കൂൾസ് നെക്സ്റ്റ് 3 days റിമോട്ട് ലേണിംഗ് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വർക്ക് ഫ്രം ഹോം ചില ആൾക്കാർക്ക് കമ്പനികൾ ഓൾറെഡി മെയിൽ അയക്കാൻ തുടങ്ങി. ബാക്കിയുള്ള എല്ലാവരും ഗവൺമെൻറ് അപ്ഡേറ്റ്സ് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇവിടെ ഒന്നും പാനിക്കാവുണ്ട്, പ്രത്യേകിച്ച് പേടിക്കേണ്ട യാതൊരു സാഹചര്യവും ആസ് ഓഫ് നൗ നിലവിലില്ല. ചില ഇൻസിഡൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്ന അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നപ്പോൾ എയർപോർട്ടിലുണ്ടായ ഒരു ചെറിയ ഇൻസിഡൻ്റാണ്. അത് അബുദാബിയും ദുബായും. അത് നമുക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സിറ്റുവേഷൻ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 days പ്രൊലോങ് ആവും സിറ്റുവേഷൻ ഒന്ന് റിക്കവർ ചെയ്യും. അതർവൈസ് എവറിത്തിങ് ഈസ് നോർമൽ. ഫാമിലി എല്ലാം ഓക്കെയാണ്, ആർക്കൊരു പ്രോബ്ലം ഇല്ല. അപ്പം എല്ലാവരും റെസ്റ്റോറൻറ്റിൽ വരുന്നു. അപ്പം അല്ലാതെ ഒരു പാനിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ട് ഇന്ന് വൈകുന്നേരം എന്തായാലും പുറത്തിറങ്ങി ഇവിടെ വന്ന് ഇഫ്താർ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആരും ഈ നാട്ടിൽ നിന്ന് കാണുന്ന പോലെ അത്ര വലിയ ഭീകര ഒരു സംഭവമൊന്നും ഇവിടെ ഇല്ല. എല്ലാവർക്കും പരിഭ്രാന്തി പാടില്ല, ഒരു അവയർനെസ് ഓക്കെയാണ്. എല്ലാവരും കുറച്ച് ജാഗ്രത പാലിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ജാഗ്രത കൈവിടാതെ നാട്ടിൽ നിന്ന് പറയുന്ന ന്യൂസ് ചാനലുകൾ കാണുന്ന പോലുള്ള അത്ര വലിയ ഒരു ഭീകരാന്തരീക്ഷം ഇവിടെ ഇല്ല. ഇപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന എത്രയും പെട്ടെന്ന് ഈ ഒരു സംഭവം തീരണമെന്നും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളെല്ലാവരും ഇവിടെ സേഫാണ്. നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി കോൾസ് വരുന്നുണ്ട്. അവർക്കാണ് ഒരുപാട് പേടി ഇവിടെ ഉള്ളവരെക്കാളും. ന്യൂസിലൊക്കെ ഓരോന്നൊക്കെ കണ്ടിട്ട്. അൽഹംദുലില്ലാ ഇവിടെ നമ്മളെല്ലാവരും സേഫാണ്. നമ്മളിപ്പം നോമ്പ് തുറക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തോട്ടിറങ്ങിയതാണ്. ഇന്നലെ മുതലേ ഇവിടെയുള്ള സിറ്റുവേഷനൊന്നും നാട്ടിലുള്ളവരെല്ലാം ഭയങ്കര ഭയപ്പെട്ടിട്ടുണ്ടാവും. അതൊന്നും ഇവിടെ ഒന്നും പ്രശ്നമൊന്നുമില്ല. നമ്മളെല്ലാവരും നല്ല ഹാപ്പിയാണ്. ഞാൻ ഷാർജയിലാണ് താമസിക്കുന്നത്. ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്, പക്ഷേ നമ്മളിവിടെ നിന്നും ഒന്നും എഫക്റ്റ് ഒന്നുമില്ല. എല്ലാം നോർമലാണ്. നമ്മൾ ഹാപ്പിയാണ്. കടകളെല്ലാം നോർമലായിട്ട് ഓപ്പൺ ചെയ്യും. ചോദിക്കുന്നുണ്ട്, ഫാമിലിയും ചോദിക്കുന്നുണ്ട് എന്തെല്ലാം പ്രോബ്ലം ഉണ്ടോ. അതൊന്നും ഇവിടെ ഇല്ലയെന്ന് നമ്മൾ ഇൻഫോം ചെയ്തത്. ഇവിടെ സോഫാർ അങ്ങനെ പാനിക്കാനുള്ള ഒന്നുമില്ല. കുറേ ആൾക്കാരുണ്ടല്ലേ നമ്മളെ ആൾക്കാർ, ആ ഒരു സമാധാനത്തിലിരിക്കാൻ പെട്ടെന്ന് എല്ലാം റിസോൾവ് ആവുന്നുള്ളൊരു പ്രതീക്ഷ. Yeah, Dubai is safe. Like there is no any
issues, tomorrow we have to go for our job as well, and weather is also very good. So there is no any, bad situation in the way. Yeah, this country is safe, very safe. ഈ നാടും ഇവിടുത്തെ നാട്ടുകാരും പ്രത്യേകിച്ചും ഇവിടെ ജീവിക്കുന്ന പ്രവാസികളായ ആളുകളും എല്ലാവരും വിവിധ രാജ്യക്കാരായ ആളുകളൊക്കെ വളരെ സേഫായിട്ട് അവരുടെ നോർമൽ ലൈഫിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കേട്ടത്. ശരിക്കും വാഹനങ്ങളുടെ എണ്ണത്തിലായാലും അതുപോലെ തന്നെ ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളുടെ എണ്ണവും ഒക്കെ സാധാരണ രീതിയിലുണ്ട്. ഇന്നൊരു ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്. സാധാരണ അവധി ദിവസങ്ങൾ പ്രത്യേകിച്ചും നോമ്പ് തുറന്നതിന് ശേഷമൊക്കെ ഒരുപാട് ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നതാണെങ്കിലും ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ട്. പരമാവധി ആളുകൾ വീട്ടിനകത്ത് തന്നെ ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും വളരെ സജീവമായി തന്നെ ആളുകൾ നിരത്തിലിറങ്ങിയിട്ടുണ്ട്, ഹോട്ടലുകളിലുണ്ട്. അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് തന്നെ അവർ തിരിച്ചു വന്നിട്ടുണ്ട്. ഒരു തരത്തിലുള്ള പാനിക് കണ്ടീഷനും ഇല്ല എന്നാണ് ഇവരുടെയൊക്കെ വാക്കിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. സ്റ്റേ സേഫ് എന്ന് തന്നെയാണ് നമുക്ക് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്.